അമേരിക്കയും ചൈനയും വീണ്ടും നേർക്കുനേർ. അമേരിക്കയുടെ ഉപരോധങ്ങൾക്ക് കടുത്ത താക്കീത് നൽകുകയാണ് ചൈന. ഇറാനുമായി എണ്ണ വ്യാപാരം ഉണ്ടെന്നാരോപിച്ചാണ് ചൈനീസ് സ്ഥാപനങ്ങൾക്കെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചത്. അമേരിക്കയുടെ ഇത്തരം നടപടികളെ ശക്തമായി ചൈന വിമർശിച്ചു. നിയമവിരുദ്ധവും ഏകപക്ഷീയവുമാണ് അമേരിക്കയുടെ നിലപാടെന്ന് ചൈന തുറന്നടിച്ചു. തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചൈന. ഇറാനുമായി നടത്തുന്ന വ്യാപാര സഹകരണത്തിൽ അമേരിക്ക ഇടപെടുന്നത് അവസാനിപ്പിക്കണമെന്നും ചൈന കർശന മുന്നറിയിപ്പ് നൽകി. ചൈനീസ് കമ്പനികളുടെ നിയമാനുസൃതമായ അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും തങ്ങൾ സ്വീകരിക്കുമെന്ന് ചൈന വ്യക്തമാക്കി. തടഞ്ഞുവെച്ച ടാങ്കറിൽ നിന്ന് ഇറാന്റെ അസംസ്കൃത എണ്ണ സ്വീകരിച്ച് സൂക്ഷിച്ചതിനാലാണ് ചൈനയിലെ ഹുയിഷോ തുറമുഖത്തുള്ള ഒരു അസംസ്കൃത എണ്ണ സംഭരണ ടെർമിനലിന് നേരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത്. അമേരിക്കയുടെ നടപടിക്ക് തൊട്ടു പിന്നാലെയാണ് മറുപടിയുമായി ചൈന രംഗത്തെത്തിയത്. ഇറാനും ചൈനയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിൽ അമേരിക്കയ്ക്ക് നല്ല പരിഭ്രാന്തിയുണ്ട്. അതാണ് അമേരിക്കയെ ഉപരോധത്തിലേക്ക് നീങ്ങുവാൻ പ്രേരിപ്പിച്ചത്. ഇറാന്റെ വരുമാന സ്രോതസ്സുകളെ നിയന്ത്രിക്കാൻ അമേരിക്ക ഇതിനു മുൻപും പലതരത്തിലുള്ള ഉപരോധങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ഉപരോധം വന്നതിന് തൊട്ടു പിന്നാലെ അമേരിക്കയെ പരസ്യമായി വിമർശിക്കുന്ന ചൈന തങ്ങളുടെ കമ്പനികളുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും തങ്ങളുടെ സർക്കാർ പിന്നോട്ടില്ലെന്നും പ്രഖ്യാപിച്ചു. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടയിലാണ് ഈ നടപടികൾ. ഇത് റഷ്യയും ചൈനയും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നത്. സമാധാനമാണ് ആവശ്യമെന്നും തർക്കങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം നയതന്ത്രപരമായി കണ്ടെത്തണമെന്നും ചൈന ആവശ്യപ്പെട്ടു. നിയമവിരുദ്ധ ഉപരോധങ്ങൾ ബലപ്രയോഗം പോലെ തന്നെയാണെന്നും അതിനു വഴങ്ങാൻ തങ്ങൾ തയ്യാറല്ലെന്നും ചൈന നിലപാട് വ്യക്തമാക്കി. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ആണവ വിഷയങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തണമെന്നും മറ്റു വിഷയങ്ങൾ അതിലേക്ക് വലിച്ചിഴക്കരുതെന്നും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഖാസി ഗാരിബാബാദിയും വ്യക്തമാക്കി. ഈ വിഷയത്തിൽ ചൈനയെ പിന്തുണച്ചുകൊണ്ട് റഷ്യയും ഒപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയൊരു വെല്ലുവിളിയാകുകയാണ്. ലോകത്തിലെ മുൻനിരക്കാരായ രാജ്യങ്ങളെ കൂടെ നിർത്താൻ ട്രംപ് പെടാപ്പാട് പെടുമ്പോൾ തൊട്ടപ്പുറത്ത് റഷ്യയും ചൈനയും ഇറാനും ഒരുമിക്കുന്നത് അമേരിക്കയുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറാൻ ചൈന റഷ്യ സഖ്യം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണെന്ന ഭയമാണ് ട്രംപിന്. ഇത്രയും ശക്തമായ ഒരു കൂട്ടായ്മ തങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന ചിന്തയാണ് അമേരിക്കയെ ഇപ്പോൾ അലട്ടുന്നത്. ഇറാനെതിരെ ഭീഷണികളുടെ ഭാഷ ഉപയോഗിച്ച് അമേരിക്ക മുന്നോട്ടു പോകുമ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അതിനെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇറാനെതിരെയുള്ള ഏത് നീക്കവും കനത്ത തിരിച്ചടിയാകും എതിരാളികൾക്ക് നൽകുക എന്നതാണ് ഖമേനിയുടെ നിലപാട്. നിലവിൽ അമേരിക്കയുടെ നീക്കം വലിയൊരു ആഗോള പ്രതിസന്ധിക്ക് വഴിയൊരുക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഇറാന്റെ ആണവ പദ്ധതിയെ എതിർക്കുന്നു എന്ന പേരിൽ അമേരിക്ക നിരവധി ഉപരോധങ്ങൾ മുൻപും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവയുടെ ഫലപ്രാപ്തി ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. റഷ്യയും ചൈനയും ഇറാനെ പിന്തുണയ്ക്കുമ്പോൾ ലോകം ഒരു പുതിയ സഖ്യത്തിലേക്ക് നീങ്ങുകയാണോ എന്നതാണ് സംശയം.